സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായുള്ള ശുദ്ധജല വിതരണം ഗൗരീശ്വരത്ത് ആരംഭിച്ചു. പ്രമുഖ ഗാന്ധിയനായ മാത്യൂസ് പോതിശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ഇ കെ ജയൻ, വാർഡ് മെമ്പർ ഉഷ സോമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ വർഷവും നമ്മൾ 2-3 മാസ കാലയളവിലോളം ഈ കുടിവെള്ള വിതരണം ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ കണ്ണാടിയുടെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാ വർഷവും നടത്തിപ്പോരുന്ന വേനൽക്കാല ദാഹജല വിതരണം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിൻ്റെ ബന്ധപ്പെട്ട അധ്യക്ഷനായിരിക്കുന്ന കണ്ണാടിയുടെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാവരും അധ്യാപകനും കൂടിയായ മാത്യൂസ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസകൾ നേരുവാനെത്തിയിരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജയൻ ചേട്ടൻ, അദ്ദേഹവും ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഉഷ സോമൻ അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ കണ്ണാടിയുടെ എല്ലാ മെമ്പർമാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ദാഹജല വിതരണത്തിൻ്റെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ് ഞാനിതിനെ ഓർക്കുന്നത്. ഈ ദാഹജലം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ തന്നെ ശ്വാസകോശം എന്ന് പറയുന്ന ഒരു പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ആമസോൺ കാടുകളാണ്. ബ്രസീലിലുള്ളതാണ് ഈ ആമസോൺ കാടിന്. അതിനുള്ളിൽ ധാരാളം ജൈവ വൈവിധ്യം നിറഞ്ഞ അതാണ്. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ്, ഒരു കാടാണ് ഈ ആമസോൺ കാട്. ഈ ആമസോൺ കാടിൽ ധാരാളം ചിത്രശലഭങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ കൂടുതൽ അവിടെയാണ്. ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ ഇനങ്ങൾ ഈ ചക്കരപ്പട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ. ആ ചിത്രശലഭങ്ങൾ അവിടെ ചിറകിട്ടടിച്ചാൽ അങ്ങ് ദൂരെയുള്ള സമുദ്രത്തിൽ അതിൻ്റെ തിരമാലകളുണ്ട് എന്ന് പറയുന്നു. നോക്കൂ, ഏറ്റവും ജീവികളിൽ ഏറ്റവും സാധുക്കളായ, ബലം കുറഞ്ഞ, ശക്തി കുറഞ്ഞ ഈ ജീവികൾ അവയുടെ ചിറകടിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുക. ഈ സാഹചര്യത്തിലാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന, ഒരിക്കലും നമുക്കിതിൽ നിന്ന് മാറാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, നീക്കിവെക്കാൻ പറ്റില്ല, മാറ്റിവെക്കാൻ പറ്റില്ല. കുറ്റം പറഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇതിനെ നേരിടണം. അഡാപ്റ്റേഷൻ, ഈ കാലാവസ്ഥ വ്യതിയാനവും പൊരുത്തപ്പെടലും. കുടിവെള്ളമില്ല, നമ്മൾ കുടിവെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമായി തള്ളിക്കളയാനാവില്ല. നത്തോലി ചെറിയ മത്സ്യമല്ല എന്ന് ഞാൻ ഊന്നിപ്പറയുകയാണ്. ഇവിടെ ഈ കണ്ണാടി ഒരു കൂജയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നതിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അവർക്കുള്ള മറുപടിയാണ്, ഇതൊരു ചെറിയ കാര്യമല്ല, ഇതിന് അനന്തര ഫലങ്ങളുണ്ടാകും. ഏറ്റവും താഴെയുള്ളവന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്, അരികുവൽക്കരിക്കപ്പെട്ടവന് ഇന്ന് കുടിവെള്ളം ബിസിനസ്സായ, അതിൻ്റെ വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്ന സന്ദർഭത്തിൽ കൊക്കോക്കോളയോ മറ്റു പാനീയങ്ങളോ വാങ്ങി കുടിക്കാൻ കാശില്ലാത്തവന്, ഏറ്റവും അവസാനം നിൽക്കുന്നവന് കൊടുക്കാനുള്ള ദാഹജലമാണ് എന്ന് പറയുന്നത്. നോക്കൂ, ഏറ്റവും ജീവികളിൽ ഏറ്റവും സാധുക്കളായ, ബലം കുറഞ്ഞ, ശക്തി കുറഞ്ഞ ഈ ജീവികൾ അവയുടെ ചിറകടിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുക. ഈ സാഹചര്യത്തിലാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന, ഒരിക്കലും നമുക്കിതിൽ നിന്ന് മാറാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, നീക്കിവെക്കാൻ പറ്റില്ല,
മാറ്റിവെക്കാൻ പറ്റില്ല. കുറ്റം പറഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇതിനെ നേരിടണം. അഡാപ്റ്റേഷൻ, ഈ കാലാവസ്ഥ വ്യതിയാനവും പൊരുത്തപ്പെടലും. കുടിവെള്ളമില്ല, നമ്മൾ കുടിവെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമായി തള്ളിക്കളയാനാവില്ല. നത്തോലി ചെറിയ മത്സ്യമല്ല എന്ന് ഞാൻ ഊന്നിപ്പറയുകയാണ്. ഇവിടെ ഈ കണ്ണാടി ഒരു പൂജയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നതിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അവർക്കുള്ള മറുപടിയാണ്, ഇതൊരു ചെറിയ കാര്യമല്ല, ഇതിന് അനന്തര ഫലങ്ങളുണ്ടാകും. ഏറ്റവും താഴെയുള്ളവന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്, അരികുവൽക്കരിക്കപ്പെട്ടവന് ഇന്ന് കുടിവെള്ളം എന്താ പറയുക, ബിസിനസ്സായ അതിൻ്റെ വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്ന സന്ദർഭത്തിൽ കൊക്കോക്കോളയോ മറ്റു പാനീയങ്ങളോ വാങ്ങി കുടിക്കാൻ കാശില്ലാത്തവന്, ഏറ്റവും അവസാനം നിൽക്കുന്നവന് കൊടുക്കാനുള്ള ദാഹജലമാണ്. ഏറ്റവും ഉണ്ടാകുമ്പോൾ ഈ ഭഗവത്ഗീത വായിച്ചിട്ടാണ് അതിന് പ്രതിസന്ധികളെ നേരിടാനുള്ള മനോധൈര്യം എന്നത്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അതായത് 1927 ഡിസംബർ മാസം 22-ാം തീയതി അദ്ദേഹം യങ് ഇന്ത്യയിൽ എഴുതിയ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഭഗവത്ഗീത നശിഞ്ഞു പോകുകയും അതിൻ്റെ ഒരു പേജ് പോലും കിട്ടാതിരിക്കുകയും ചെയ്താൽ എനിക്ക് സങ്കടമില്ല, കാരണം എനിക്ക് മലയിലെ പ്രസംഗമുണ്ടല്ലോ എന്ന് പറയുന്നത്. അതായത് ബൈബിളിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ് ഗിരിപ്രഭാഷണം, മലയിലെ പ്രസംഗം എന്നാ പറയുന്നത്. എന്താണ് അതിൽ പ്രധാനപ്പെട്ട? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് അത് തുടങ്ങുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലുള്ള ഒരു കാര്യമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് അത് വിചിന്തനം ചെയ്യുന്നത് തെറ്റില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം അപ്പോൾ സമാധാനം ഉണ്ടാക്കേണ്ടതാണ്. സമാധാനം ഇങ്ങനെ 100 ഗ്രാം കടയിൽ ചെന്ന് 100 ഗ്രാം സമാധാനം തരൂ, അല്ലെങ്കിൽ ഇരുമ്പ് കടയിൽ ചെന്നിട്ട് ഇത്തിരി സമാധാനം തരൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. സമാധാനം ഉണ്ടാക്കേണ്ടതാണ്. അപ്പം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് ഇതിവിടെ ഇപ്പോൾ ദാഹജലം ഞങ്ങളുടെ നാട്ടിൽ കുടിവെള്ളമില്ല. 2 സംഭരണികൾ നോക്കൂത്തികളായി നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ എന്നും ഈ വേഴാമ്പലെ പോലെ കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. അപ്പം ഇവിടെ പ്രവർത്തകരെ ചെറായുടെ ഏറ്റവും തിരക്കേറിയ ഈ പ്രദേശത്ത് വീണ്ടും ദാഹജലം നൽകുന്നതിനുള്ള പദ്ധതി സാക്ഷാത്കരിച്ചതിന് വളരെ നന്ദിയുണ്ട്. അതിൽ പ്രത്യേകത നമ്മുടെ മാഷ് അതിൽ പങ്കെടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാഷ് ആ 2 വാക്കുകൾ നമുക്ക് നന്മ നിറഞ്ഞ ഒരു ലോകത്തിന് വേണ്ടി ഇന്നത്തെ കാലം മാഷ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ തന്നെ എന്തോരം ചെറുപ്പക്കാർ നമ്മുടെ പ്രദേശത്ത് ഉണ്ട്. പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ അത് മാറി നിന്നുകൊണ്ട് അവർ ജനങ്ങൾക്ക് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരു ദാഹജലം നിന്ന് മാതൃകാപരമാണ്. അതിൽ സ്നേഹമുണ്ട്, കരുതലുണ്ട്, കരുണയുണ്ട്, എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനമുണ്ട്. കണ്ണാടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ അക്കമിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പൊതുജന എല്ലാവർക്കും അത് മാഷ് പറഞ്ഞ പോലെ അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തി അവരെ മുന്നോട്ട് നയിക്കാൻ അവർക്കൊരു ധൈര്യം പകരുന്ന ഒരു പ്രസ്ഥാനമായി കണ്ണാടി മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനകാലത്ത് നമ്മൾ എങ്ങനെയൊക്കെ വിചാരിച്ചാലും നമുക്ക് പ്രതികൂലമായ പ്രതിസന്ധികളാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിൻകര ജനങ്ങളെല്ലാവരും വേലിയേറ്റത്തിൻ്റെ ദുരിതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. മരിച്ചതിനൊപ്പം ജീവിക്കുന്ന കുറേയധികം ആളുകൾ നമ്മുടെ വൈപ്പിൻകരയിലുണ്ട്. ഞാനിന്നൊരു സാന്ത്വന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കനിവ് ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ അവർക്ക് ആവശ്യമായ ഫണ്ട് കളക്ഷൻ്റെ പ്രവർത്തനമായിട്ട് നടക്കുക. അങ്ങനെ നമ്മുടെ നാനാ മേഖലയിലും ഇതുപോലുള്ള ചെറിയ ചെറിയ തെളിനീരുകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ആ തരത്തിലും ഓരോ തലോടലായിട്ട് എല്ലാ മേഖലയിലും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടി സാംസ്കാരിക സമിതിയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ എല്ലാ വർഷവും അതേപോലെ തന്നെ ഈ ദാഹജലം അവർക്ക് കൊടുക്കുവാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിക്കാറുണ്ട്. ഈ ചൂടിൻ്റെ അവസരത്തിൽ നമ്മൾ കുറേ എവിടെയെങ്കിലുമൊക്കെ നടന്നു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നും നമ്മൾ വിചാരിക്കാറുണ്ട്.
അതിപ്പോൾ ശരിക്കും നമ്മൾ നടന്നു പോണ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ അവരെപ്പോഴും അത് മനസ്സിലിങ്ങനെ ഓർക്കും, ഭഗവാൻ ഈ വെള്ളം കിട്ടിയല്ലാന്ന്. ആ ഒരു നന്മ നിങ്ങൾക്ക് കണ്ണാടി സാംസ്കാരിക സമിതിക്ക് ഉണ്ടാവും. എല്ലാ പ്രവർത്തനങ്ങളിലും ഈ കണ്ണാടി സാംസ്കാരിക സമിതി ഒരു തലോടലായി ജനങ്ങളുടെ ഇതിൽ ചെയ്യാനവർക്ക് സാധിക്കട്ടെ, ആയുസ്സും ആരോഗ്യവും നൽകി അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കണ്ണാടിയുടെ പ്രസിഡന്റ് ശ്രീ അശോകനെ എൻ്റെ പേരിലും കണ്ണാടിയുടെ പൊതുവെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മാത്യു കുർസി സാറിനെ കണ്ണാടിയുടെ പേര് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യമായിട്ടാണ് സാറ് ഇങ്ങനത്തെ പരിപാടി. എൻ്റെ ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ EK ജയൻ അദ്ദേഹത്തിനും ഉപേക്ഷ വിചാരിക്കാതെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന രണ്ടുപേരാണ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വാർഡ് മെമ്പർ ശ്രീ ഉഷ സോമൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം പങ്കെടുത്ത എല്ലാ കണ്ണാടി അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ പേരിലും കണ്ണാടിയുടെ പേരിലും പ്രത്യേകം നന്ദി.